ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്ലൈഡ് ഗേറ്റ് വയ്ക്കുന്നതാണ്. അതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇന്ന് രാവിലെ വന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഗേറ്റിൻ്റെ നീളം എന്ന് പറയുന്നത് 15 അടി ലെങ്ത് ഉണ്ട്. 2 പഴയ ഗേറ്റായിരുന്നു. അപ്പോൾ അവർ അത് വെൽഡ് ചെയ്ത് ഒറ്റ ഇതിലാക്കി. അപ്പോൾ നമ്മൾ ഈ സ്ലൈഡ് ഗേറ്റിൻ്റെ പാളം സെറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വാട്ടർ ലെവൽ. കാരണം വാട്ടർ ലെവൽ എടുക്കാതെ നമുക്ക് ഗേറ്റ് ഒരിക്കലും വയ്ക്കാൻ പറ്റില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വരുന്നത് ഈ സ്ലൈഡ് ഗേറ്റിൻ്റെ മുകളിൽ വരുന്ന പിന്ന് ഗേറ്റ് തുറക്കുമ്പോൾ വാട്ടർ ലെവലിന് വ്യത്യാസം ഉണ്ടെങ്കിൽ ഗേറ്റ് തുറക്കുമ്പോൾ അതിൽ കയറി ജാമാവും. അപ്പോൾ ഗേറ്റ് തുറക്കാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം വളരെ ശ്രദ്ധിച്ച് ആ ഒരു ലെവലിലാണ് നമ്മളിവിടെ ഈ ഗേറ്റ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിപ്പം തറയിൽ നിന്ന് ഒരു 6 ഇഞ്ച് പൊക്കുന്നുണ്ട് കേട്ടോ. പൊക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ടിൽ നിന്ന് ഒരു ശകലം പൊങ്ങി നിന്നാൽ മാത്രമേ അല്ലെങ്കിൽ ഈ അതായത് മണ്ണിൻ്റെ അടിയിൽ പാളം താന്ന് പോയി കഴിഞ്ഞാൽ ഈ മഴ പെയ്ത് വെള്ളം മണ്ണൊക്കെ കെട്ടി ഈ പാളം അങ്ങ് ദ്രവിക്കും, തുരുമ്പെടുത്ത് ഇല്ലാതാവും. പിന്നെ വർഷം തോറും പാളം മാറ്റേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ പാളത്തിൽ കൊടുത്തിരിക്കുന്ന കൊണ്ടി, അതായത് ക്ലാമ്പ് എവിടെയൊക്കെയാണോ വരുന്നത് അവിടെ എല്ലാം നമ്മളിത് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറിയൊരു സംശയം വന്നതുകൊണ്ട് നമ്മൾ വെൽഡറെ വിളിച്ചപ്പോൾ വെൽഡർ വന്നു. നമ്മൾ ആ കാര്യം പറഞ്ഞ് ക്ലിയർ ചെയ്തു. നമ്മളിപ്പോൾ ഇവിടെ വയ്ക്കുന്നത് തൂങ്കട്ടിയിലല്ല നമ്മൾ ഈ പിന്ന് കൊടുക്കുന്നത്. ഇവിടെ 4 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്യൂബ്. അപ്പോൾ ആ സ്ക്വയർ ട്യൂബിനാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കുഴിയൊക്കെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മതിലിന് ചെറിയ ബെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കണക്കാക്കി നമുക്ക് ഗേറ്റ് വയ്ക്കാൻ പറ്റുള്ളൂ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഗേറ്റ് തള്ളി തുറക്കുമ്പോൾ മതിലിൽ ഇടിക്കും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ പാളം സെറ്റ് ചെയ്യുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കി ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മൾ പാളം സെറ്റ് ചെയ്യാൻ. പാളം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമ്മൾ തൂണ് നിർത്താൻ വേണ്ടി ഇവിടെ ഏകദേശം 3 അടി താഴ്ചയിലാണ് കുഴിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വരുന്നത് ഒരു 15 അടി നീളത്തിന് സ്ലൈഡിങ്ങും 11 അടി നീളത്തിന് തുറക്കുന്നതുമാണ്, അതായത് 2 മടക്ക്. അപ്പോൾ ഈ സ്ലൈഡിങ് ഗേറ്റ് വയ്ക്കാൻ നമുക്ക് വലിയ ബലം ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിൽ വരുന്ന പിന്ന് അവർ പിന്നീടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഗേറ്റ് വെക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെപ്പോഴും ഗേറ്റ് വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ പിന്ന് പൈപ്പിൽ വെച്ച് വെൽഡ് ചെയ്ത് തന്നെ ഗേറ്റ് സെറ്റ് ചെയ്യണം. അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പാളം സെറ്റ് ചെയ്ത് ഗേറ്റ് പിടിച്ച് അതിൽ വെച്ചിട്ട് നമുക്ക് കോൺക്രീറ്റൊക്കെ ചെയ്യാം, കറക്റ്റ് തൂക്ക് ലെവലിനാക്കിയിട്ട്. അതല്ല നമ്മൾ ഗേറ്റെല്ലാം പാളമെല്ലാം വെച്ചതിന് ശേഷം പിന്നീടാണ് കൊണ്ട് വെക്കുന്നതെങ്കിൽ, അതായത് അതിൻ്റെ പിന്ന് വെക്കുന്നതെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കറക്റ്റ് തൂക്കെടുത്ത് വാട്ടർ ലെവലിനൊക്കെ കറക്റ്റ് മട്ടം എടുത്ത് എന്നിട്ട് വേണം പാളം സെറ്റ് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഗേറ്റ് ഓടില്ല, അതുവഴി ഓടത്തില്ല. അപ്പോൾ അത് മാക്സിമം ഒന്ന് ശ്രദ്ധിച്ചോണം. അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ പൈപ്പെല്ലാം സെറ്റ് ചെയ്ത് വാട്ടർ ലെവലിന് മട്ടം പിടിച്ചിട്ട് ഒന്ന് നൂല് പിടിച്ച് നോക്കിയപ്പം നടുക്ക് ചെറിയൊരു ബെൻഡ് വരുന്നുണ്ട്. അപ്പോൾ ആ ബെൻഡ് നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ ബെൻഡ് ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ആ ഗേറ്റിൻ്റെ വീല് അതിൽ നിന്ന് ചാടി വെളിയിലിറങ്ങും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ഗേറ്റിൻ്റെ എൻഡിന് നൂല് കെട്ടി, അവിടെ തുറക്കുന്ന ഗേറ്റിൻ്റെ അവിടെ എൻഡിന് നൂല് കെട്ടി ഒരേ ലെവലിലാണ് നമ്മൾ പാളം സെറ്റ് ചെയ്യേണ്ടത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഗേറ്റ് തുറക്കും, ആ ഗേറ്റ് 2 സ്ലൈഡിങ്, അതായത് ഈ മടക്ക് ഗേറ്റ് അടച്ച് തുറന്ന് വയ്ക്കുമ്പോൾ 2 2ആയിട്ട് നിൽക്കും. ഗേറ്റ് തമ്മിൽ ഒരു ലെവൽ ഏറ്റ് കാണില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ലോക്കിടാനും പൂട്ടിടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുമായിരിക്കും, ഭയങ്കര വൃത്തികേടുമായിരിക്കും. അതുകൊണ്ട് ഇത് ഇരട്ടിപ്പണിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുന്നത് ഇരട്ടിപ്പണിയാണ്. അപ്പോൾ എപ്പോഴും ഗേറ്റ് വയ്ക്കാൻ നേരത്ത് അതിൻ്റെ കൂടെ തന്നെ പൈപ്പിൽ ഈ ഗേറ്റ് വെക്കേണ്ട പിന്ന് എല്ലാം വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ഗേറ്റ് സെറ്റ് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഇത് സംഭവം വലിയ റിസ്ക്കുള്ള പരിപാടിയാണെങ്കിലും ഈസി പരിപാടിയാണ്. കാരണം നമ്മൾ കുറച്ച് തല ചിന്തിച്ച് എല്ലാം ക്ലിയറാക്കി ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. അതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ഗേറ്റിന് ചെറിയൊരു ബെൻഡുണ്ട് ആ മതിലിന്. അപ്പോൾ മതിലിന് ബെൻഡ് ഉള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ ഗേറ്റിൻ്റെ അകലം ശകലം കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഏകദേശം 3 ഇഞ്ച് നമ്മൾ ഗേറ്റ് വെച്ചതിന് ശേഷം അത് ഒരു ബോർഡർ പോലെ പ്ലാസ്റ്റർ ചെയ്ത് വരുമ്പോൾ ആ ഗ്യാപ്പ് അങ്ങടായി. അതുപോലെ തന്നെ നമ്മൾ ഗേറ്റിൻ്റെ തൂണ് സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് തൂക്കി ലെവലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഗേറ്റ് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നും കോൺക്രീറ്റ് ഇതെല്ലാം ഇട്ട് വരുമ്പോൾ ഗേറ്റ് തുറക്കുമ്പോൾ ഒരുപാട് വ്യത്യാസം കാണിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ കറക്റ്റ് തൂക്കി ലെവലാക്കി വെച്ചിട്ടാണ് നമ്മൾ കോൺക്രീറ്റ് ഇടുന്നത്. കോൺക്രീറ്റ് ഇട്ടതിന് ശേഷം
കുഴി ഇത്തിരി വലിയ കുഴിയാണെങ്കിൽ നമുക്ക് ഫുള്ളും കോൺക്രീറ്റ് ഇടേണ്ട ആവശ്യമില്ല. കുറച്ച് കരിങ്കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഈ പൈപ്പിൻ്റെ ചുറ്റുമുള്ള കുറച്ച് മാറ്റി കരിങ്കല്ലൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി കോൺക്രീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ അവിടെ നിന്ന് ചലിക്കില്ല. അത് 100% ഉറപ്പാണ്. പിന്നെ നമ്മൾ ഗേറ്റിൻ്റെ കൊണ്ടി എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെയെല്ലാം നല്ല ലൂസ് കോൺക്രീറ്റ് സിമൻറ്റ് കൂട്ടി തന്നെ ഇടണം. കാരണം ഇതിൽ കൂടി വണ്ടി കയറാനുള്ളതാണ്. അപ്പോൾ അത് കണക്കാക്കി നമ്മൾ നല്ല ലൂസ് കോൺക്രീറ്റ് ഇട്ട് കംപ്ലീറ്റ് ഫുൾ സെറ്റ് ചെയ്ത് ഏകദേശം നമ്മളെ വീല് പാളത്തിൽ കൂടി ഓടാൻ കണക്കാക്കി കംപ്ലീറ്റും കോൺക്രീറ്റ് ചെയ്ത് സെറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീല് ചിലപ്പം ഉരുളുമ്പം ഈ കോൺക്രീറ്റിൽ പിടിക്കും. അപ്പോൾ അങ്ങനെ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കംപ്ലീറ്റും ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വാട്ടർ ലെവൽ. ഗേറ്റിൻ്റെ പാളം വയ്ക്കുമ്പോൾ വാട്ടർ ലെവലിന് 2 സൈഡിലും കുറിച്ച് അതിൻ്റെ ഒരു ഈർക്കിൽ വെച്ച് അതിൻ്റെ അളവ് എടുത്തതിന് ശേഷം മാത്രമേ കോൺക്രീറ്റ് ഇടാവുള്ളൂ. കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇരട്ടി പണിയാന്ന് പറഞ്ഞാൽ ആ കോൺക്രീറ്റ് മുഴുവനും അടിച്ച് പൊട്ടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സെറ്റപ്പിൽ കംപ്ലീറ്റും ചെയ്യണത്. എല്ലാം വെപ്രാളം, അതായത് വലിയ വെപ്രാളം കാണിക്കാതെ സാവകാശം എല്ലാം നോക്കിയും കണ്ടും ചെയ്തു കഴിഞ്ഞാൽ ഏത് വർക്കും പെർഫെക്റ്റ് ആയിരിക്കും. അത് 100% ഗ്യാരണ്ടിയാണ്. ഇതിപ്പോൾ നമുക്ക് വലിയ സമയമൊന്നും വരത്തില്ല. കാരണം നമുക്ക് ഉച്ചയ്ക്ക് കംപ്ലീറ്റും തീരും. അപ്പോൾ അത് കണക്കാക്കിയാണ് നമ്മൾ വർക്ക് ചെയ്യുക. കാരണം സമയമെടുത്ത് വളരെ ആലോചിച്ച് എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായി വരും എന്ന് ആലോചിച്ചത്. ഇവിടെ ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ പൈപ്പിനകത്ത് കോൺക്രീറ്റ് ചെയ്യണം. എന്നിട്ട് ഗേറ്റിൻ്റെ ലെവൽ അനുസരിച്ച് പൈപ്പ് അങ്ങ് കട്ട് ചെയ്യും. കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ടോപ്പിലാണ് പിന്നിട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് കംപ്ലീറ്റും കോൺക്രീറ്റ് ഇടുക. കോൺക്രീറ്റ് ഇട്ട്, കാരണം പൈപ്പിനകത്ത് എപ്പോഴും കോൺക്രീറ്റ് ഇട്ട് ഫില്ല് ചെയ്യണം. വേണ്ട കറണ്ടിക്ക് വെച്ച് കോരി നല്ല ലൂസ് കോൺക്രീറ്റ് അതിനകത്തിട്ട് തട്ടി ഇരുത്തി കഴിഞ്ഞാൽ അത് പിന്നെ അവിടെ നിന്ന് അനങ്ങില്ല. അപ്പോൾ ഗേറ്റ് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്തേക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്.